15 ഓവർ കഴിയുന്ന ഘട്ടത്തിൽ ഇന്ത്യയുടെ സ്കോർ 5 വിക്കറ്റിന് 119. ആ ഘട്ടത്തിൽ സൗത്ത് ആഫ്രിക്ക 5 വിക്കറ്റിന് 150. എത്ര അനായാസമായിരുന്നു ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ കൈവിട്ട കളി. ഒരു സാധാരണഗതിയിൽ ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ കൈവിട്ട കളിയാണ് ഈ രംഗൻ പറഞ്ഞ ബോളിംഗ് ചേഞ്ചസിലൂടെ ക്യാപ്റ്റൻ എന്തുദ്ദേശിച്ചോ അത് കൃത്യമായി ഡെലിവറി ചെയ്ത ബോളറും പിന്നെ ആ ക്യാച്ചും. ആ ക്യാച്ചില്ലെങ്കിൽ ഈ മാച്ചില്ല. പുതിയ ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ആ ക്യാച്ചിലെ ബോൾ റീപ്ലേസ് ചെയ്ത് പകരം കപ്പായി ചിത്രങ്ങൾ വന്നു തുടങ്ങിയിരുന്നു. ഒരുപക്ഷെ പണ്ട് ഗിബ്സ് വേൾഡ് കപ്പ് താഴെയിട്ടെങ്കിൽ ഇത്തവണ സൂര്യകുമാർ യാദവ് പിടിച്ചെടുത്തത് ആ വേൾഡ് കപ്പ് ആയിരിക്കാം. എനിക്കതിൽ ഏറ്റവും രസകരമായി തോന്നിയത് കമന്റേറ്റേഴ്സിന്റെ കമന്ററി അല്ല, നമുക്ക് ഓൺ എയർ കേൾക്കാമായിരുന്നത് തേർഡ് അമ്പയറുടെ നിർദ്ദേശങ്ങളായിരുന്നു. കീപ് റോളിംഗ് ഇൻസൈഡ് ഫീൽഡ്, ബട്ട് ഫുട്ട് ഇൻസൈഡ്, ഫുട്ട് ഔട്ട്സൈഡ്. അപ്പോഴത്തേക്ക് ബോൾ പൊങ്ങിക്കഴിയുന്നു, വീണ്ടും ബാക്ക് ബോൾ പിടിക്കുന്നു. യെസ്, ഐ എം കൺവിൻസ്ഡ്, റെഡി വിത്ത് ദ ഡിസിഷൻ എന്നുള്ള ആ അമ്പയറുടെ വാക്കുകൾ പോലും എന്ത് ത്രസിപ്പിക്കുന്നതായിരുന്നു. എത്ര നിർണായക ഘട്ടമായതുകൊണ്ടായിരിക്കാം അത് അത്രയും ആവേശം നിറച്ചത്. രംഗൻ, ക്യാപ്റ്റൻസിയിൽ ഇക്കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ US-ലും വെസ്റ്റ് ഇൻഡീസിലും നടന്ന കളികളിലൊക്കെ പ്രവചനങ്ങളും പിച്ചിനെ കുറിച്ചുള്ള വിലയിരുത്തലുകളും എല്ലാം പാളുന്നത് നമ്മൾ കണ്ടതാണ്. എങ്കിൽ പോലും ഇത് സ്വതവേ ഒരു ബാറ്റിംഗ് പിച്ച് എന്നൊരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. അവിടെ ബാറ്റിംഗ് തിരഞ്ഞെടുക്കാനുള്ള തീരുമാനം, സാധാരണഗതിയിൽ ഇന്ത്യ നല്ല ചേസേഴ്സ് ആണ് എന്ന് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് സ്ട്രാറ്റജി എന്ന് പറയും. നമ്മൾ പരീക്ഷിച്ച് വിജയിച്ചൊരു സ്ട്രാറ്റജി, ഒരു ബോൾ ചെയ്യുക, ചേസ് ചെയ്യുക, ആദ്യം ബോൾ ചെയ്യുക, ചേസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ വേൾഡ് കപ്പിൽ അങ്ങനെയുള്ള സ്ഥിരം ഫോർമുലയ്ക്കെങ്കിൽ ഒന്നും ഇടമില്ലെങ്കിൽ പോലും ഒരു ടോട്ടൽ സെറ്റ് ചെയ്തിട്ട് സൗത്ത് ആഫ്രിക്കയെ ചേസ് ചെയ്യാൻ വിട്ടതിന് പിന്നിലും ഇല്ലേ ഒരു സ്ട്രാറ്റജി. ചോക്കേഴ്സ് എന്നുള്ള അവരുടെ ഒരു സ്ഥിരം ഒരു ബ്രാൻഡും ഒരു സ്റ്റാമ്പും, പ്ലസ് സമ്മർദ്ദത്തിനടിപ്പെട്ടാൽ വമ്പന്മാർ ഇതുപോലെയല്ല. ഇപ്പോൾ വൻ പേരുകൾ കുറവാണ്. വമ്പന്മാരുടെ വൻനിരയുണ്ടായിരുന്നപ്പോൾ അവർ ചീട്ടുകൊട്ടാരം പോലെ ഇങ്ങനെ പൊടിഞ്ഞു വീഴുന്നത് വിവിധ ഫോർമാറ്റുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലും ഒരു തീരുമാനത്തിന്റെ ഭാഗം ആയിരുന്നിരിക്കണ്ടേ സ്ട്രാറ്റജിയുടെ? വളരെ ശരിയാണ്. കാരണം സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗ് നിര നോക്കുകയാണെങ്കിൽ അവര് 2-3 ബാറ്റർമാരെ ഡിപ്പെൻഡ് ചെയ്താണ് അവരുടെ ടീം. പ്രത്യേകിച്ച് ഡിക്കോക്ക്, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ക്ലാസൺ, കൂടാതെ മില്ലർ. ഇവരൊക്കെ മാത്രമേ ഒരു വലിയ സ്കോർ ചേസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ 3 ബാറ്റർമാരെ ഡിപ്പെൻഡ് ചെയ്താണ് മാക്രം, ഒരു പരിധിവരെ മാക്രം. അത് കഴിഞ്ഞാൽ പിന്നെ ടൈലൻഡേഴ്സ് ആണ്. അപ്പൊ ഇന്നലെ നമ്മൾ എടുത്ത തീരുമാനം ഇന്ത്യ ഒരു 180+ നേടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഒരു ടീമിന്റെ 180 ചേസ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ 3 ബാറ്റർമാര് നന്നായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അത് മാത്രമല്ല, രണ്ടാമത് ഇതുപോലെയുള്ള ഒരു റൺ ചേസ് ചെയ്യുമ്പോൾ വിക്കറ്റും നേടാനായിട്ട് സാധ്യത കൂടുതലാണ്. പക്ഷെ ഇന്ത്യക്ക് ഇന്നലെ ഒരു പിഴവ് പറ്റിയത് 180 എന്നുള്ള ഒരു ടാർഗറ്റ് തുടക്കത്തിലെ വിക്കറ്റുകൾ, പ്രത്യേകിച്ച് രോഹിത് ശർമ്മ, ഋഷഭ് പന്തിനെ പോലെയുള്ള താരങ്ങൾ, സൂര്യകുമാർ യാദവ്, ഇവരൊക്കെ അനാവശ്യ ഷോട്ട് അടിച്ച് ഔട്ട് പെവിലിയനിലോട്ട് മടങ്ങിയപ്പോൾ ഈ 180 എന്നുള്ളത് കൂടെ നമുക്ക് നേടാൻ പറ്റുമോ എന്നൊരു ചോദ്യചിഹ്നമായിരുന്നു. അവിടെയാണ് എങ്കിലും നല്ലൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു വിരാട് കോഹ്ലിയും അക്സർ പട്ടേലും. പിന്നീട് ശിവൻ ദുബെ, അദ്ദേഹവും ഏറെ വിമർശനങ്ങൾക്ക് വിധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അവസാനത്തെ കൂറ്റനടികൾ എല്ലാം ചേർന്ന് 176 എന്നുള്ള ഒരു മാന്യമായ സ്കോറിലോട്ട് ഇന്ത്യക്ക് എത്തിപ്പെടാൻ സാധിച്ചു. പക്ഷെ ആ സ്കോർ മറികടക്കാനും സൗത്ത് ആഫ്രിക്കയ്ക്ക് തുടക്കത്തിലെ പിഴച്ചു എന്ന് വേണം പറയാൻ. എങ്കിലും ക്ലാസൺ, അദ്ദേഹത്തിന്റെ ഒരു ക്ലാസിക് 5 സിക്സുകളും അക്സർ പട്ടേലിന്റെ ഒരു ഓവറിൽ നേടിയ റൺസ്, അതൊഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരുത്തനും അവിടെ പെർഫോം ചെയ്തിട്ടില്ല. പിന്നീട് മില്ലറിന് മാത്രമാണ് ഒരു പ്രതീക്ഷ. പക്ഷെ ആ വിക്കറ്റും കൂടെ നേടിയപ്പോൾ ഈ ഒരു സ്കോർ ഒരു വലിയ സ്കോറായിട്ട് മുന്നിൽ വന്നു. അവിടെയാണ് ഇന്ത്യൻ ബോളർമാരുടെ ഒരു പ്രത്യേകതയും ഇന്ത്യൻ ബോളർമാരുടെ ഒരു മികവും നമ്മൾ എടുത്തു പറയേണ്ടത്. ആ എടുത്ത തീരുമാനം വളരെ ശരിയാണ്, ടോസ് നേടി ബാറ്റ് ചെയ്യുക എന്നുള്ളത്. രംഗൻ, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞു പോയതേ ഉള്ളൂ, അങ്ങ് ഋഷഭ് പന്ത് വന്നതേ ഉള്ളൂ. ഇതുവരെ ഫോമിലായിരുന്ന രോഹിത് ശർമ്മ ഔട്ടായി. രോഹിത് ശർമ്മയുടേത് എപ്പോഴും അലസം എന്ന് പറയാവുന്നത് ആ അലസമായ ഷോട്ടുകൾ തന്നെയാണ് രോഹിത് ശർമ്മയുടെ ബാറ്റിങ്ങിന്റെ ഒരു അഴകും. ഇത്രയും എഫർട്ട്ലെസ് ആയിട്ട് 6 അടിക്കുന്ന മറ്റൊരു ബാറ്റ്സ്മാനെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ റിസ്റ്റ് നനങ്ങുന്നത് കാണാം, ബോള് സ്റ്റാൻഡിലിരിക്കുന്നത് കാണാം. അതുപോലെ രോഹിത് ശർമ്മ ഔട്ടായ പന്ത് വരെ ഒരു പന്തിൽ പോലും അദ്ദേഹം വിഷമിക്കുന്നത് കണ്ടില്ല. 2 ബൗണ്ടറി അടിച്ചു. അതുപോലെ ഒരു അനായാസ ഷോട്ട് ശ്രമിച്ചു, അത് ക്യാച്ചായി.
ആ ഘട്ടത്തിൽ വരുന്ന ഋഷഭ് പന്തിന്റെ മനസ്സിൽ ഒരു കാര്യം ഉണ്ടാവേണ്ടേ, അപ്പുറത്ത് നിൽക്കുന്നത് വിരാട് കോഹ്ലിയാണ്, ഇനിയും ഫോം കണ്ടെത്തിയിട്ടില്ലാത്ത വിരാട് കോഹ്ലി. ആ സമയത്തെ ആ ഷോട്ടിനെ കുറിച്ച് നോക്കൂ, നമ്മൾ ജയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇനി കുറ്റം പറയേണ്ട എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ചില അത്ഭുതങ്ങൾ അല്ലെങ്കിൽ ചില മാസ്റ്റർ ഇന്നിങ്സുകളും ബോളിങ്ങും ഒക്കെ വന്നില്ലായിരുന്നുവെങ്കിൽ 200 കടത്താവുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് ഇന്ത്യ. 3.2 ഓവേഴ്സ് ആകുമ്പോഴത്തേക്ക് 10 അടുപ്പിച്ച് റൺ റേറ്റ് ഉണ്ടെന്ന്. അല്ല, ഇതിൽ പ്രദീപ് നോക്കേണ്ടത് നമ്മുടെ പവർ പ്ലേ ആണ്. അപ്പൊ ആ പവർ പ്ലേയിൽ മാക്സിമം റണ്ണ് നേടുക എന്നുള്ളതാണ്. പിന്നെ രോഹിത് ശർമ്മ ഔട്ടായതിനു ശേഷം ഋഷഭ് പന്ത് വരുന്നു. ഋഷഭ് പന്തും ആ സമയത്ത് റൺസ് നേടാനായിട്ടാണ്. കാരണം അവിടെ ഒരു ക്ലിയർ ഇൻസ്ട്രക്ഷൻ ഉണ്ട്, വിരാട് കോഹ്ലി അധികം ചാൻസ് എടുത്ത് കളിക്കാൻ പാടില്ല. അദ്ദേഹത്തിന് അറിയാം ഏത് സമയത്താണ് ആക്സലറേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ തുടക്കത്തിലെ വിരാട് കോഹ്ലി ഒരിക്കലും ഒരു അനാവശ്യ ഷോട്ടിന് പോയിട്ടില്ല. അദ്ദേഹം ഒരു ഇന്നിങ്സ് ബിൽഡ് ചെയ്യുന്നതാണ് കണ്ടത്. പക്ഷെ ഋഷഭ് പന്ത് ആയാലും രോഹിത് ശർമ്മ ആയാലും പിന്നീട് സൂര്യകുമാർ യാദവിന്റെ ഒരു അനാവശ്യ ഷോട്ടായിരുന്നു. ഋഷഭ് പന്ത് ഔട്ടായതിനു ശേഷം നമ്മൾ പ്രതീക്ഷിച്ചാണ് സൂര്യകുമാർ യാദവിന്റെ ഒരു നല്ല ഇന്നിങ്സ്. അവിടെയാണ് നമ്മുടെ ഒരു 3 വിക്കറ്റ് തുടർച്ചയായിട്ട് നഷ്ടപ്പെടുന്നു. അവിടെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു സ്കോർ ബിൽഡ് ചെയ്യാനായിട്ട് ഈ 3 ബാറ്റർമാർ ഔട്ടായപ്പോൾ ഇന്ത്യക്ക് സാധിച്ചില്ല. എല്ലാവരെയും നമ്മൾ പറയാം അനാവശ്യ ഷോട്ടാണ്, പക്ഷെ ആ സമ്മർദ്ദം, പ്രത്യേകിച്ച് ഫൈനൽ എന്നുള്ള ഒരു സമ്മർദ്ദം, അതാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ബാറ്റർമാരെ അലട്ടുന്നത്. അനാവശ്യ ഷോട്ടാണ് തീർച്ചയായിട്ടും. പക്ഷെ അവിടെയും സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ ഒരു മികച്ച ഒരു തീരുമാനമെടുത്തത് സ്പിന്നറിനെ കൊണ്ട് തുടക്കത്തിലെ പന്തെറിയിക്കുന്നു. അതൊരു നല്ല തീരുമാനം. മഹാരാജിനെ കൊണ്ട് പന്തെറിയിക്കുന്നു, 2 വിക്കറ്റ് നേടുന്നു. അതൊരു മികച്ച ക്യാപ്റ്റൻസി ആയിട്ടും പറയേണ്ടിയിരിക്കുന്നു. അല്ല, തീർച്ചയായിട്ടും ഫൈനലിലേക്കുള്ള ദക്ഷിണാഫ്രിക്കയുടെ കുതിപ്പിന്റെ വില ഒട്ടും കുറച്ച് കാണേണ്ടതില്ല, അങ്ങനെ കരുതുന്നുമില്ല. ഇപ്പൊ നമ്മുടെ വിജയത്തിൽ ആഹ്ലാദം കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും മറ്റൊന്ന്, നേരത്തെ പറഞ്ഞ ക്യാപ്റ്റൻസിയുടെയും സ്ട്രാറ്റജിയുടെയും ഭാഗം അക്സർ പട്ടേലിന്റെ പ്രൊമോഷൻ ബാറ്റിംഗ് ഓർഡറിൽ വളരെ ശരിയാണ്. അതാണ് ഈ അക്സർ പട്ടേലിനെ നമ്മൾ, എനിക്ക് തോന്നുന്നു, ഇന്ത്യൻ ടീം തെരഞ്ഞെടുത്തപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എന്തിനാണ് ഈ 4 ലെഫ്റ്റ് ആം സ്പിന്നേഴ്സ്, ജഡേജയായി, കുൽദീപ്പായി, ചഹാൽ എന്നുള്ള സ്പിന്നർ ഉണ്ട്, കൂടാതെ അക്സർ പട്ടേലിന് എന്തിനാണ് അനാവശ്യമായിട്ട് 3rd ലെഫ്റ്റ് ആം സ്പിന്നറായിട്ട് വന്നത്? അപ്പൊ ഈ വിമർശിച്ചെന്നിരുന്ന താരങ്ങളെല്ലാം തന്നെ ലോകകപ്പ് വിജയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അക്സർ പട്ടേലിനെ ആ ഒരു പിഞ്ച് ഹിറ്ററായിട്ട് വിക്കറ്റ് വീണപ്പോൾ, 3 വിക്കറ്റ് വീണപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നു. അവിടെയാണ് ഇവിടെ നമ്മൾ സൂചിപ്പിച്ച ഈ മത്സരത്തോടുകൂടി കോച്ചിന്റെ സ്ഥാനം ഒഴിയുന്ന രാഹുൽ ദ്രാവിഡിന്റെ ഒരു സപ്പോർട്ട്, അദ്ദേഹം എടുക്കുന്ന തീരുമാനം, ക്യാപ്റ്റനും കൂടെ എടുക്കുന്ന തീരുമാനം അക്സർ പട്ടേലിനെ പ്രൊമോട്ട് ചെയ്യുന്നു. കാരണം അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡറാണ്, വിരാട് കോഹ്ലി റൈറ്റ് ഹാൻഡറാണ്. അപ്പൊ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ എന്നുള്ള ഒരു റോൾ അവിടെ നിർണായകമാണ്. ഋഷഭ് പന്ത് എന്തിനാണ് വൺ ഡൗൺ ഇറങ്ങുന്നത്? അവിടെ ഒരു ലെഫ്റ്റ് ഹാൻഡർ എന്നുള്ള ഒരു റോളാണ്. അതിനാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ വരുമ്പോൾ ഒരു ബോളറിനെ അൺസെറ്റിൽ ചെയ്യിക്കാനായിട്ട് സാധിക്കും. ഫീൽഡിൽ ക്യാപ്റ്റന് വളരെ ബുദ്ധിമുട്ടാണ് ഫീൽഡ് സെറ്റ് ചെയ്യാൻ. ഇതിനൊക്കെയാണ് ഒരു ലെഫ്റ്റ് ഹാൻഡറെ ഇടയ്ക്ക് വിടുക. പക്ഷെ അത് ക്ലിക്കായി ഇന്നലെ. അവിടെ നല്ലൊരു ക്യാപ്റ്റൻസി, നല്ലൊരു കോച്ചിങ് തീരുമാനം, അതൊക്കെയാണ് നമ്മൾ ഇതിലെ ചൂണ്ടിക്കാട്ടേണ്ട ഘടകങ്ങൾ. അക്സർ പട്ടേലിന്റെ മുൻപുള്ള പ്രകടനങ്ങളും ഇതിനെ ന്യായീകരിക്കുന്നതാണ്. കാര്യം ഒരുപക്ഷെ പുതുതായി കണ്ടു തുടങ്ങിയവരായിരിക്കും എന്തിനിപ്പോൾ അക്സർ പട്ടേൽ ഈ ഒരു ലീൻ ഫ്രെയിമും വെച്ചിട്ട് എത്ര 6 അടിച്ച് നിർണായകമായ മത്സരങ്ങളിൽ അസാധ്യമെന്ന് തോന്നിച്ച ചില ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യുന്നതിൽ അക്സർ പട്ടേൽ വഹിച്ച പങ്ക് നമ്മുടെ മുന്നിലുണ്ട്. ഒപ്പം തന്നെ അക്സർ പട്ടേലും കൊതിക്കറിവ് പറയുകയാണെന്ന് വിചാരിക്കരുത്. എങ്കിൽ പോലും അക്സർ പട്ടേലും ആ ഇറങ്ങി ഓടിയ ഒരു ഓട്ടമുണ്ടല്ലോ, സാധാരണഗതിയിൽ കോഹ്ലി കളിച്ച ഒരു ബോള് ബാക്കപ്പ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു ബാക്കിംഗ് അപ്പ് 1. 2, ക്വിന്റൺ ഡിക്കോക്കിന്റെ ത്രോയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തോ അക്സർ പട്ടേൽ? അല്ല, അതൊരിക്കലും പ്രതീക്ഷിക്കില്ല. 2020 ക്രിക്കറ്റിൽ എങ്ങനെയെങ്കിലും റണ്ണ് നേടുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വിരാട് കോഹ്ലി ഒരു സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ അക്സർ പട്ടേൽ അത് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ഫുൾ ബ്ലെയിം അക്സർ പട്ടേലിനായിരിക്കും. കാരണം ഇത് അദ്ദേഹം ഒരു റഷ് ഓഫ് ബ്ലഡ്, അദ്ദേഹം അത് പറയേണ്ടിയിരിക്കുന്നു. ആ റഷ് ഓഫ് ബ്ലഡ് ഒരു സ്വാഭാവികമാണ്. ഒരിക്കലും ഒരു ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഒരു ഡയറക്റ്റ് ഇട്ട് ഒരു ഫീൽഡർ ത്രോ കൊള്ളുന്ന അത് കൊണ്ടില്ല, മിസ്സായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അക്സർ പട്ടേലിന് ഒരു അർദ്ധ സെഞ്ചുറി വന്നേലേ ഇന്നലെ. അദ്ദേഹം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, വളരെ മനോഹരമായിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു ഘട്ടമായിരുന്നു. അവിടെ നിർണായകമായിട്ട് ഒരു വിക്കറ്റ് സൗത്ത് ആഫ്രിക്കയ്ക്ക് നേടാൻ സാധിച്ചു. ക്ലിന്റൺ ഡിക്കോക്കിന്റെ ഒരു ത്രോ ഡയറക്റ്റ് ഇട്ട്, അതും പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ആ തീരുമാനമെല്ലാം അക്സർ പട്ടേലിനെ പ്രൊമോട്ട് ചെയ്തതും ഒരു ഇന്നിങ്സ് ബിൽഡ് ചെയ്യാനും ഇന്ത്യക്ക് ഭേദപ്പെട്ട ഒരു സ്കോർ പടുത്തുയർത്താനും ആ കൂട്ടുകെട്ട് വളരെ വളരെ നിർണായകമായിരുന്നു.
തീർച്ചയായിട്ടും രംഗൻ എന്തായാലും ഇത് പറയുന്നത് ആ ഘട്ടത്തിൽ ഇന്ത്യയുടെ സ്കോർ 200 കടക്കും എന്ന് തോന്നിച്ച ഒരു അവസരമാണ്. 7 റൺസിന് ജയിച്ചു. എങ്ങാനും പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ നമ്മളടക്കം അക്ഷർ പട്ടേലിനെയും മറ്റ് പ്ലേയേഴ്സിനെയും ദാവുന്നു ദേപോയി ശിവം ദുബൈയും ഇന്നലെ എന്തായാലും പിടിച്ചു നിന്ന് അദ്ദേഹത്തിൻ്റെതായ റോൾ. ആ 27 റൺസിന്റെ വില വെറും 27 അല്ല, ഒരു ടൂർണമെന്റ്, ഒരു വേൾഡ് കപ്പാണ് എന്നുള്ളത് തിരിച്ചറിയുന്നു. ഒപ്പം ഫീൽഡിംഗ് മികവും. ഏതായാലും വലിയ സാധ്യത കൽപ്പിക്കപ്പെടാത്ത, തുടക്കത്തിൽ തന്നെ പലവിധ പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു ടൂർണമെന്റിൽ ഇന്ത്യ സ്റ്റഡിയായി പെർഫോം ചെയ്യുകയും എല്ലാ കളിയും ജയിച്ച ഒരു ഘട്ടത്തിൽ ഇന്ത്യ എത്തിക്കഴിഞ്ഞാൽ അവിടെ പരാജയപ്പെടുന്ന ഒരു ചരിത്രം കൂടിയുണ്ട്. സെമി ഫൈനൽ വരെ പരാജയമറിയാതെ വന്നതിന് സെമി ഫൈനലിലും എങ്ങാനും ഫൈനൽ വരെ എത്തിപ്പോയാൽ ഫൈനലിലും തോൽക്കുന്ന ഒരു ചരിത്രവും ഒക്കെ മാറ്റി വെച്ചിട്ട് വലിയ ബഹളമൊന്നുമില്ലാതെ ടൂർണമെന്റ് ജയിച്ചു, ചരിത്രം കുറിച്ചു. അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു തലമുറ മാറ്റത്തിനും കൂടി വഴിയൊരുങ്ങുകയാണ്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒക്കെ ചരിത്രമാകുന്നു എന്നുള്ളൊരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയുന്നു. പുതിയ തലമുറ പ്ലേയേഴ്സ് വരുന്നു. വരാനിരിക്കുന്ന തലമുറയ്ക്ക് വലിയ പ്രതീക്ഷയും ഇൻസ്പിറേഷനും നൽകുന്നു.